ഹലോ നമസ്കാരം, അഗ്രിഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് റിട്ടയർഡ് ADA ജോർജ് വി തോമസ് ആണ്. നമസ്കാരം സർ. നമസ്കാരം സർ, ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് തട്ടമറിച്ചിലും അഴുകലൊക്കെ തോട്ടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം മോന്ത ചുഴലിക്കാറ്റ് നിലവിൽ പ്രഭാവം നിന്നെങ്കിലും ഇപ്പോഴും അഴുകലും തട്ടമറിച്ചിലും കൂടുതലായിട്ട് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഏലത്തോട്ടങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് സർ? ഏലം മേഖലയിൽ നമുക്ക് എല്ലായിടത്തും മഴയുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മഴയുടെ തീവ്രത ഒരുപോലെ ആയിരുന്നില്ല. എ സോൺ ഏരിയയിൽ മഴ കൂടുതലും ബി സോണിലും സി സോണിലും കുറച്ച് രീതിയിലും കണ്ടിരുന്നെങ്കിലും ഇതുപോലുള്ള മോന്ത പോലെയുള്ള ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ വളരെയധികം മഴ ലഭിക്കുകയുണ്ടായി. മഴക്കെടുതികൾ മൂലം പല തോട്ടങ്ങളും നശിച്ചു പോയിട്ടുമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മേപ്പാറ ഏരിയയിൽ കൽത്തൊട്ടി മേഖല, മൂന്നാർ സൈഡിലുള്ള നമ്മുടെ കല്ലാറ്, പീച്ചാട്, മാങ്കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഏരിയകളിലും മഴയുടെ തീവ്രത കൂടുതലായി തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്രകാരമുള്ള സ്ഥലങ്ങളിൽ തട്ടമറിച്ചിലെ വേരുകേട്, നിരന്തരമായുള്ള ഫംഗൽ പ്രോബ്ലംസ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗിസൈഡുകളെ മാറ്റി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ ഓക്സാതയോ പ്രിപ്പോണിൽ എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട്. അത് നമ്മൾ ഒരു 41 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി തനിച്ചോ അല്ലെങ്കിൽ മാംഗോ സുബിന് ഒരു 300 ഗ്രാമിൻ്റെ കൂടെ ചേർത്തോ ഇത് നമുക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു കൺട്രോള് നമുക്ക് ലഭിക്കുന്നതാണ്. സാർ, ഇപ്പം നമ്മൾ കൊത്തഴയിലെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മെറ്റലാക്സിൽ, അതുപോലെ തന്നെ ഡൈമെത്തോമോർഫ് അതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എങ്ങനെയാണ് സാറിന്? പുതിയൊരു കെമിക്കലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഒരു ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് നിയന്ത്രണം ലഭിച്ചില്ലാത്ത ഇടങ്ങളിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറ് പറയുന്നതനുസരിച്ച് ഓരോ കെമിക്കൽസും നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രൂപ്പ് വൈസ് മാറ്റി ചെയ്താൽ വളരെ നല്ലത്. അത് എപ്പോഴും ഒരിക്കലും നമ്മൾ ഒരു ഫംഗിസൈഡിനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. മാറി മാറി പല ഗ്രൂപ്പിലുള്ളത് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. സാർ, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പുതിയ കെമിക്കൽസിലേക്ക് പോകുന്നതിന് മുമ്പ് മണ്ണിന്റെ pH ഒന്ന് കൺട്രോൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കില്ലേ? അതായത് ഇപ്പോൾ ഏതൊക്കെ കെമിക്കൽസ് അടിച്ചിട്ടും കൺട്രോൾ കിട്ടാത്ത ഒരുപാട് തോട്ടങ്ങൾ ഇപ്പം നമ്മുടെ ഇടുക്കി മേഖലയിലുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇപ്പൊ മഴ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ആദ്യം ഒരു മണ്ണിന്റെ pH ഒന്ന് കൺട്രോൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കില്ലേ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് pH വലിയൊരു നിർണായക ഘടകം തന്നെയാണ്. ഒരു 5.5 താഴേക്ക് pH പോകുമ്പോൾ നമുക്ക് pH നോർമൽ ആക്കിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളായാലും ഫംഗിസൈഡുകളായാലും അത്ര എഫക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെയുള്ള തോട്ടങ്ങൾ നമ്മൾ കുമ്മായം കലക്കി ഒഴിച്ചിട്ട് അതിൻ്റെ ന്യൂട്രലൈസ് ചെയ്യണം. മണ്ണ് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം ഫംഗിസൈഡ് കൊടുക്കുക, വളപ്രയോഗങ്ങൾ കൊടുക്കുക ഒക്കെ വളരെ എഫക്റ്റീവ് ആകുന്നു. അപ്പം ഈ കുമ്മായത്തിൻ്റെ കൂടെ ചിലേറ്റഡ് കോപ്പർ ചേർക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ? ചിലേറ്റഡ് കോപ്പർ ഒരു ഫംഗിസൈഡൽ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഒരു 50 മുതൽ 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ 2 ആഴ്ചയിൽ അതികഠിനമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടാറ്, വണ്ടമ്പേട് ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറി മേൽമണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ ഫീൽഡുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ മേൽമണ്ണെല്ലാം പോയിട്ട് റൂട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ ആ കണ്ടീഷന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു നിയന്ത്രണ മാർഗങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മഴ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണ്ണിടിയിൽ പരിപാടികളൊന്നും നടക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേരുകേട് മാറാനുള്ള ഫംഗിസൈഡ് തന്നെ കൊടുക്കണം. അതിന് നമുക്ക് ശരിക്ക് എഫക്റ്റീവായിട്ടുള്ള മെയിൽകോൺ സൂപ്പർ ഹെക്സ ഒരു 200 മില്ലി, പൊട്ടാസ്യം സൾഫോസ്ഫോണിക് ആസിഡ് സഞ്ചാർ 40 ഒരു 400 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു 8 മുതൽ 10 ലിറ്റർ വെച്ച് ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് വേരുകേട് മാറുന്നതിന് സഹായിക്കും. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം മഴ കൂടുതലായതുകൊണ്ട് തന്നെ ഫംഗിസൈഡിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തോട്ടങ്ങളിലും ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി വളരെയധികം കാണുന്നുണ്ട്.
ഈ കാസറ്റിങ്സ് ഒക്കെ കുറവായിട്ട് കാണിക്കുന്നതിന്റെ കാര്യം ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു മാർഗം എന്ന് പറയാൻ ഫോളിയാർ ആണോ ഡ്രഞ്ചിങ് ആണോ കുറച്ചുകൂടെ ബെറ്റർ? അത് ഏത് തരത്തിലുള്ള ഫോളിയാർ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഡ്രഞ്ചിങ് കോമ്പിനേഷൻസ് ആണ് സാറിന് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമുക്ക് ഈ സമയത്ത് നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ശരിക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. നൈട്രജൻ്റെ ആയാലും കാൽസ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ എല്ലാം ന്യൂട്രിയൻസ് കുറവാണെന്ന് ചെടി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 തരത്തിലുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ കൊടുക്കണം. ഫോളിയറായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫോളിയറായിട്ട് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബ്ലൂ മാജിക്, അത് ഒരു 200 ലിറ്റർ വെള്ളത്തിന് നമുക്ക് 1 കിലോയും അതിൻ്റെ കൂടെ മിങ്കിൾ എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻറ്റ് 200 ഗ്രാം ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം പൂക്കൾ അടിക്കുന്ന വളരെ കുറവാണെങ്കിൽ സ്പ്രൗട്ട് ഒരു 100 മില്ലി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോസ് മാജിക്ക് കൊടുക്കാം, അതിൻ്റെ കൂടെ എക്സീഡ് എന്ന മൈക്രോ ന്യൂട്രിയൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതേമാതിരിയുള്ള പലതരത്തിലുള്ള ഫോളിയർ വളങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് നമുക്ക് ഉടനടി ചെയ്യാവുന്നതാണ്. സാറേ, ഇപ്പൊ ചിലീറ്റഡ് സിങ്ക്, ബോറോണ് അതുപോലെയുള്ള കോമ്പിനേഷൻസ് കൊടുക്കാം. ഇപ്പൊ സിങ്ക്, ബോറോണ്, പൊട്ടാഷ് അതുപോലെയുള്ള കോമ്പിനേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സിങ്ക് ഫോസ്ഫേറ്റും അതുപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ചേർന്നുള്ള വളങ്ങൾ, ന്യൂട്രിയൻസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രയോഗിക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇനിഷ്യേറ്റ് എന്ന് പറയുന്ന ഒരു വളം മാർക്കറ്റിലുണ്ട്. അത് 200 ഗ്രാം മുതൽ 250 ഗ്രാം വരെ 200 ലിറ്റർ വെള്ളത്തിൽ ഫോളിയർ വളങ്ങളോട് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് അരിമ്പ് അടിക്കുന്നതിനുമൊക്കെ വളരെ സഹായകരമാകും. നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ അമിനോ ആസിഡ്സ്, സീവീഡ് അതുപോലെയുള്ള ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് കൊടുക്കുന്നതിന് കൂടെ സാറിന്റെ അഭിപ്രായം എന്താണ്? അമിനോ ആസിഡ്, സീവീഡ് പല തരത്തിലുള്ളതുണ്ട്. നമ്മളെ അമിനോ ആസിഡ് നമുക്ക് മഴ കുറയുന്നതോടുകൂടി സീവീഡ്, അമിനോ ആസിഡ് അതുപോലുള്ള വളങ്ങൾ നമുക്ക് മരുന്നിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വളത്തിൻ്റെ കൂടെയോ ചേർത്ത് പ്രയോഗിക്കാവുന്നതാണ്. കുഴപ്പമില്ല. ഈ തട്ടം പറഞ്ഞ തോട്ടങ്ങളിൽ ഇപ്പോഴും കിഴങ്ങുകൾ അവശേഷിക്കുന്നുണ്ട്. ഈ അവശേഷിക്കുന്ന കിഴങ്ങുകൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നീടും തട്ടം പറയാൻ ഒരു സ്രോതസ്സായി മാറുകയില്ലേ? അപ്പം ഇത് നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം തട്ടയുടെ കിഴങ്ങ് ഭാഗങ്ങൾ മണ്ണിൽ അവശേഷിച്ച് കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ടുകൾക്കും നേരിടാം. കാരണം ആ ഏരിയയിലുള്ള ചിമ്പടിക്കുന്നതിനൊക്കെ തടസ്സം ഉണ്ടാവും. മാത്രമല്ല ഇത് പല രോഗത്തിൻ്റെയും ഒരു ഇനോക്കുലത്തിൻ്റെ ഒരു ശേഖരണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കർഷകർ ചെയ്യുന്ന പോലെ നമുക്ക് ഗ്യാപ്പുള്ളിടത്താണെങ്കിൽ കുത്തി ഇളക്കി നമുക്ക് കളയാം. അല്ലെങ്കിൽ അത് നമ്മൾ ഡീകമ്പോസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഡീകമ്പോസ് ചെയ്ത് നശിപ്പിക്കാം. അപ്പം ഡീകമ്പോസറിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ. അപ്പം ഡീകമ്പോസർ നിലവിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങുന്നതാണോ അതോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണോ ബെറ്ററും അതിന്റെ റിസൾട്ടും? ഡീകമ്പോസർ എപ്പോഴും നമ്മൾ ഫീൽഡ് തലത്തിൽ നമ്മൾ ചെയ്യുന്ന ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായതും ലാഭകരമായതും. അതിന് നമുക്ക് ഡീകമ്പോസർ 2 തരത്തിൽ നമുക്ക് കിട്ടും. 2 ഐറ്റംസ് ആയിരിക്കും. ഡീകമ്പോസർ എ എന്ന് പറയുന്നത് ഒരു 8 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് 1 കിലോ നാടൻ ശർക്കര, ഉപ്പില്ലാത്ത നാടൻ ശർക്കരയും ചേർത്ത് കലക്കി ഒരു 24 hours വെക്കുക. അന്നേരം തന്നെ നമുക്ക് ഡീകമ്പോസർ ബിയും ഇതേപോലെ തന്നെ ഒരു 8 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപ്പില്ലാത്ത ശർക്കര ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 24 hours വെക്കുക. അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം നമ്മൾ രണ്ടിൻ്റെയും ഒരു 5 ലിറ്റർ എടുത്തിട്ട് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 8 ലിറ്റർ വെച്ചിട്ട് ഒരു ചെടിക്കും ഈ ആവശ്യമായ ചെടിക്ക്, അതായത് കിഴങ്ങുകൾ ദ്രവിച്ചു പോകാത്ത ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കിഴങ്ങുകൾ ദ്രവിച്ചു പോകുന്നതിന് വളരെ സഹായകരമാകും. അപ്പം ഈ കുമ്മായം സൾഫറും ചെയ്യുന്ന സമയത്ത് സൾഫർ ഉള്ളത് കൊണ്ട് തന്നെ ഈ കിഴങ്ങുകൾ ദ്രവിച്ചു പോകുന്നു പറയുന്നത്, അപ്പം അത് പ്രാക്ടിക്കലി വർക്കാണോ? അതിലും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതാണ് ഈ ഡീകമ്പോസറിൻ്റെ ഉപയോഗം. സാറിൻ്റെ വിലയേറിയ സമയത്തിന് നിർദ്ദേശങ്ങൾ വളരെ നന്ദി. താങ്ക് യു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ നവംബർ മാസത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ പല കണ്ടീഷൻസും, അതായത് പല തോട്ടങ്ങളിലും സിറ്റുവേഷൻസും കണ്ടീഷൻസും പലതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ രീതിയിലാണ്. അപ്പം ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും. താങ്ക് യു.